ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങയില കൊണ്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് മുരിങ്ങ. മുരിങ്ങയുടെ വേര്, അതിൻ്റെ തോല്, ഇലകൾ, പൂക്കൾ, കായ് ഇവയെല്ലാം തന്നെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇലകളും പൂക്കളും കായകളുമൊക്കെ ആഹാരത്തിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ വേരുകളും തണ്ടിലെ തോലുകളുമെല്ലാം ആയുർവേദ ഔഷധങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആഹാരത്തിനായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള പല്ലി, പാറ്റ, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയില വെച്ച് കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. മുരിങ്ങയില കൊണ്ടുള്ള 3 ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് മുരിങ്ങയില ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് മൂത്ത ഇലകളാണ് കേട്ടോ ആവശ്യമുള്ളത്. ആൽക്കലോയിഡ്സിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുള്ളത് മൂത്ത ഇലകളിലാണ്. അതുകൊണ്ട് മൂത്ത ഇലകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. നമുക്കിവിടെ 3 ടിപ്സാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് 1 കപ്പോളം മുരിങ്ങയില ഞാനിവിടെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മുരിങ്ങയിലയുടെ സത്ത് മുഴുവനും പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് കല്ലുപ്പ് ചേർത്ത് അരയ്ക്കുന്നത്. ഇലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 സ്പൂൺ മിക്സ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പും മുരിങ്ങയിലയും ചേർത്ത് അരച്ച മിക്സിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഇനി ഇതിലേക്ക് 1 ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. തുണിയൊക്കെ അലക്കാനുള്ള സോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് സോപ്പ് നമ്മുടെ ഈ മിക്സിലേക്ക് ഒന്ന് ചീകിയിട്ട് കൊടുക്കാം. പിന്നെ അധികം സോപ്പൊന്നും നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ. വെറും 1 ടീസ്പൂണോളം സോപ്പ് മാത്രം എടുത്താൽ മതി. സോപ്പ് ചീകിയിട്ടതിന് ശേഷം 1 സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സോപ്പ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മുരിങ്ങയിലയും സോപ്പും ഉപ്പും ഒക്കെ ചേർന്നപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. നമ്മുടെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന പല്ലിയെയും പാറ്റയെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത്. സോപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കിച്ചൺ സിങ്കിലുള്ള ഈ ഹോൾസിലൂടെയാണ് പുറത്തു നിന്നും പല്ലിയും പാറ്റയും ഒക്കെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. രാത്രിയിൽ അടുക്കള ജോലിയെല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ ഈ മരുന്നെടുത്ത് കിച്ചൺ സിങ്കിലെല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുരിങ്ങയിലയും സോപ്പും ഉപ്പും ഒക്കെ ചേർന്നുള്ള ആ ഒരു സ്മെല്ല് കാരണം പുറത്തു നിന്നും ഒരൊറ്റ ജീവികളും സിങ്കിനുള്ളിലൂടെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ ഈ സ്പ്രേ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചിടാം. സിങ്കിൻ്റെയും കിച്ചൺ ഷെൽഫിൻ്റെയും ഒക്കെ സൈഡിലുള്ള വിടവുകളിലാണ് പല്ലിയും പാറ്റയും ഒക്കെ ഒളിച്ചിരിക്കുന്നത്. ആ വിടവുകളിലേക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ വിടവുകളിൽ ഒളിച്ചിരിക്കുന്ന പല്ലിയും പാറ്റയും മാത്രമല്ല കേട്ടോ, അവയുടെ മുട്ടകൾ വരെ നശിച്ചു പോയിക്കോളും. മുരിങ്ങയില ഉപയോഗിച്ച് പല്ലിയെയും പാറ്റയും തുരത്താനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ. മുരിങ്ങയില വെച്ചുള്ള നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഉപ്പ് ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന മുരിങ്ങയിലയിൽ നിന്നും 1 സ്പൂൺ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൊറ്റ സാധനം മാത്രം ചേർത്താൽ മതി കേട്ടോ. 1 സ്പൂൺ അളവിൽ ലൈസോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ലൈസോളിന് പകരമായിട്ട് ഒരല്പം ഡെറ്റോൾ എടുത്താലും മതി കേട്ടോ. ഇനി നമ്മുടെ മുരിങ്ങയില മിക്സും ലൈസോളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. മുരിങ്ങയില മിക്സിലേക്ക് ലൈസോൾ ഒഴിച്ചപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. പല്ലി, പാറ്റ എന്നിവയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണിത്. നമ്മുടെ മിക്സിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലുള്ള പേപ്പർ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ ആ സ്മെല്ല് തീരുന്നത് വരെ പല്ലിയും പാറ്റയും ഒന്നും ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അടുക്കളയുടെയൊക്കെ ഭിത്തിയിലൂടെയാണല്ലോ പല്ലിയും പാറ്റയൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് കുറച്ചെടുത്ത് ഉരുട്ടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കിച്ചൺ ഷെൽഫിലും തുണി വയ്ക്കുന്ന അലമാരയിലും ഒക്കെ പല്ലിയും പാറ്റയും കയറാതിരിക്കാനായിട്ട് അവിടെയൊക്കെ നമ്മുടെ ഈ മിക്സ് ഇതുപോലെ ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. രാത്രിയിൽ ജോലിയൊക്കെ തീർന്നതിന് ശേഷം കിച്ചൺ സിങ്കിലേക്ക് നമ്മുടെ മിക്സ് ഇതുപോലെ കുറച്ച് ഇട്ട് വെച്ചാൽ അതുവഴി പല്ലിയും പാറ്റയും ഒന്നും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല.
നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. നമ്മുടെ ഈ മിക്സ് വെച്ചിട്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ്. ഉപ്പും മുരിങ്ങയിലയും ചേർത്ത് അരച്ച നമ്മുടെ മിക്സ് 2 സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മിക്സ് തയ്യാറാക്കാനായിട്ട് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. മുരിങ്ങയിലയുടെ സത്ത് നന്നായിട്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇലയോടൊപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് അരച്ചതാണ് എങ്കിലും 1 സ്പൂൺ ഉപ്പ് കൂടി നമ്മുടെ ടിപ്പിലേക്ക് വേണം. ചൂടാറിയ ശേഷം നമുക്കിതൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാം. ഹാർപ്പിക്ക് നമ്മുടെ പാത്രങ്ങളിലൊന്നും ആകാതിരിക്കുന്നതിന് വേണ്ടി നേരിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുലുക്കി മിക്സാക്കി എടുക്കാം. മുരിങ്ങയിലയും ഉപ്പും ഹാർപ്പിക്കൊക്കെ ചേർന്ന് മിക്സായപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഈ സ്മെല്ലാണ് കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത്. സന്ധ്യാസമയത്താണല്ലോ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഹാർപ്പിക്ക് ചേർത്തത് കൊണ്ട് ഇത് വീടിനകത്ത് യൂസ് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്